ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പഞ്ഞി പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിയാണ്, അതായത് 250 ഗ്രാം അരിയുണ്ട്. ഈ അരി നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഈ അരി കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് ഉഴുന്നാണ്. അരി അളന്നെടുത്ത് അതേ ഗ്ലാസ്സിൽ 1/4 കപ്പിന് മേലെ ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 4-5 മണിക്കൂറോളം കുതിരാനായിട്ട് മാറ്റി വെക്കാം. 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ടൊരു മിക്സഡ് ജാറിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ അരി ഒന്ന് അരച്ച് മാറ്റി വെക്കാം. അരിയെല്ലാം മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1 കപ്പ് ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരിയും ഉഴുന്നും സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരി അരച്ചെടുക്കേണ്ടത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. മാവ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ഉഴുന്നും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ഉഴുന്നും നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. മാവൊന്ന് പൊങ്ങി വരാനായിട്ട് 7-8 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മളിവിടെ രാത്രിയാണ് അരച്ചു വെച്ചിരിക്കുന്നത്. രാവിലെയാണ് നമ്മൾ ചൂടാനെടുക്കുന്നത്. ആ സമയത്ത് മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടാകും. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ആ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. മാവ് ഇപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവി കയറ്റി എടുക്കാം. അതിനായിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമുക്ക് ഈ തട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ മാവ് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവെല്ലാം തട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ആവി കയറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. കുറച്ച് സമയം ആവി കയറ്റിയതിന് ശേഷം ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.